ധാരാളക്കണക്കിന് നമ്മൾ പണം കടം വാങ്ങുകയാണ്. ആളുകളിൽ നിന്ന് കിട്ടാതാകുമ്പോൾ നമ്മുടേതായ ഓരോരുത്തരുടെയും അഭിമാനം നിലനിർത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവന്റെ വീട് നോക്കി, മറ്റുള്ളവന്റെ സംസ്കാരം നോക്കി, മറ്റുള്ളവന്റെ കല്യാണം നോക്കി, മറ്റുള്ള ആചാരങ്ങൾ നോക്കിയിട്ട് അതിലൊട്ടും കുറവാകാൻ പാടില്ല എന്ന ദുരഭിമാനം മൂത്ത് ബാങ്കുകളിൽ നിന്നവൻ കടം വാങ്ങുകയാണ്. സ്വർണമുള്ള സഹോദരിമാരുടെ സ്വർണം കൊണ്ടുപോയി അവർ ബാങ്കിൽ പലിശക്ക് പണയം വെക്കുകയാണ്. അവർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും അവരങ്ങനെയാണ് സ്വർണപ്പണയം ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, അനിവാര്യമായ ഒരു സാഹചര്യം വന്നാൽ സ്വർണ്ണ പണ്ടങ്ങൾ പണയം വെക്കുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായി നമുക്ക് എവിടെ നിന്നും പണം കിട്ടാനില്ല, ആരും നമുക്ക് നൽകാനില്ല എങ്കിലും നിങ്ങൾ ആ സ്വർണ്ണാഭരണം കൊണ്ടുപോയി ബാങ്കിൽ നിങ്ങൾ പലിശക്ക് പണയം വെക്കരുത്. മറിച്ചെന്ത് ചെയ്യണം? ആ ഉള്ള സ്വർണം നിങ്ങൾ കൊണ്ടുപോയി വിൽക്കൂ. അത് വിറ്റിട്ട് നിങ്ങളുടെ അത്യാവശ്യ കാര്യം നിങ്ങൾ നടത്തൂ. റഹ്മാനായ റബ്ബിന് വേണ്ടിയല്ലേ നിങ്ങൾ പണയം വെക്കാത്തത്? പണയം വെച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങളത് വിൽക്കാൻ തീരുമാനിക്കുന്നു. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ റബ്ബിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ ഞാനില്ല. കാരണം പലിശയെ പറ്റി അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ, അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനോടൊക്കെ യുദ്ധം പ്രഖ്യാപിക്കാൻ നമ്മൾ ആരാണ്? ആ പലിശയുടെ ഇടപാടുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ അപ്പുറം റബ്ബേ, നിന്റെ ഖജനാവിൽ എത്ര കോടികളാണ്, കൊടുത്താലും തന്നാലും തീരാത്തത്ര നിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് പണയം വെക്കാത്തത്, പലിശക്ക് പണയം വെക്കാത്തത്. നേരെ മറിച്ച് ഞാൻ ഇത് വിൽക്കാൻ തീരുമാനിച്ചത് എന്തുദ്ദേശത്തിലാണ്? നിന്റെ ഖജനാവിൽ എത്രയോ ഉണ്ടല്ലോ, എന്റെ ഈ ആവശ്യം ഇപ്പോൾ നിവർത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബ് സമ്പത്ത് തന്നാലോ, അതുകൊണ്ട് എനിക്ക് ഹലാലായ നിലയ്ക്ക് ഇനിയും പണ്ടം വാങ്ങാമല്ലോ, സ്വർണം എനിക്ക് വാങ്ങാമല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, എന്നാലും ഞാൻ പലിശക്കില്ല. അതിങ്ങനെ കുടിഞ്ഞുകൂടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കടക്കാരനായി മാറുന്ന പലിശക്കെടുതിയിലേക്ക് ഞാനില്ലെന്ന് തീരുമാനിക്കുവാൻ ഒരാൾ മനസ്സ് വെച്ചാൽ റബ്ബിലല്ലേ അയാൾ തവക്കുലാക്കിയത്, അയാൾക്കൊരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. ഇത് റബ്ബിന്റെ ഓഫറാണ്. ആര് അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാവുകയാണ്. ഞാനിപ്പോൾ ഈ പ്രവൃത്തി ചെയ്താൽ ഇതെന്റെ റബ്ബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന നിലക്ക് ഒരാൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു എക്സിറ്റ് അല്ലാഹു, പുറത്ത് കിടക്കാനുള്ള ഒരു വഴി അവൻ അല്ലാഹു കൊടുക്കും തീർച്ചയാണ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ആര് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അവന് അല്ലാഹു മതിയാകുന്നത് തന്നെയാണ്.